നല്ല ആവി പറക്കുന്ന കൊഴുക്കട്ടയും ഇലയപ്പവും പുട്ടും നൂഡിൽസും ചപ്പാത്തിയും എന്തും സാധ്യമാക്കുന്നതാണ് ഒട്ടും ചെറുതല്ലാത്ത ചെറുധാന്യങ്ങൾ. രുചി വൈവിധ്യം വിളമ്പുന്ന എണ്ണിയാലൊടുങ്ങാത്തത്ര വിഭവങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട് പ്രോട്ടീനും നാരുമെല്ലാം അടങ്ങിയിട്ടുള്ള ചെറുധാന്യങ്ങളിൽ. പാകപ്പെടുത്തുമ്പോൾ പഞ്ചസാര ലവലേശം പാടില്ലെന്നതാണ് പൊതുനിർദ്ദേശം. പകരം ശർക്കരയോ തേനോ ചേരുംപൊടി ചേർക്കാം. ചുരുക്കത്തിൽ ആരോഗ്യകരമായ ഭക്ഷണമെന്ന മേൽവിലാസത്തോടെയാണ് ചെറുധാന്യ വിഭവങ്ങൾ പാകപ്പെടുന്നത്. റാഗി, തിന, ചാമ, മണിച്ചോളം തുടങ്ങിയവയിൽ നിന്നുള്ള രുചിയേറിയ വിഭവങ്ങളെ മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുക കൂടിയാണ് കൃഷി വകുപ്പ് മില്ലറ്റ് കഫേകൾ വഴി. ചെറുധാന്യങ്ങളിൽ വിളവ് കൊയ്ത ഇരുപേരൂരിലാണ് സംസ്ഥാനത്ത് തന്നെ രണ്ടാമത്തെ മില്ലറ്റ് കഫേക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത്. ഈ വർഷം നമ്മൾ 23 ഹെക്ടർ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം മുതൽ നമുക്ക് മില്ലറ്റ് കഫേയിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് നമ്മുടെ ഇരുപേരൂർ ബ്രാൻഡഡ് ആയിട്ട് തന്നെ നമുക്ക് വിൽക്കാനൊക്കെ സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ പിടിമുറക്കുന്ന കാലത്ത് അവയ്ക്കെതിരായ പോരാട്ടവും മറുമരുന്നുമെല്ലാമാണ് ഇവിടെ പാകപ്പെടുക. അട്ടപ്പാടി അടക്കം സംസ്ഥാനത്ത് കൃഷിവകുപ്പ് നേതൃത്വത്തിൽ വിളവെടുത്ത ചെറുധാന്യങ്ങളും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കഫേകൾ നിറയ്ക്കും. സജ്ജീകരണത്തിന് മാനദണ്ഡങ്ങളുണ്ട്, നടത്തിപ്പിൽ കൃത്യതയും. ഫാസ്റ്റ് ഫുഡ് സംസ്കാരമില്ല, അപ്പോൾ അതിനൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പൊതിച്ചോറ്, പിന്നെ ബിരിയാണി, സാധാരണ നമ്മൾ പൊതിച്ചോറിനകത്ത് വെക്കുന്ന അവിയൽ, തോരന്, അതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന റൈസാണ് വ്യത്യാസം. പിന്നെ ദോശ, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം കൊടുക്കാം. ഇടിയപ്പം. പാചകക്കാർക്ക് കൃഷിവകുപ്പ് പരിശീലനം നൽകി, നടത്തിപ്പുകാർക്ക് മാർഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും. സംസ്ഥാനത്ത് തിരുവനന്തപുരം ഉള്ളൂരിലാണ് ആദ്യത്തെ മില്ലറ്റ് കഫേ. 2 മാസം മുൻപ് തുടങ്ങിയ സംരംഭത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചു വരുന്നത്. മില്ലറ്റ് കൊണ്ട് ദോശ, പുട്ട്, ഉപ്പുമാവ് ഇവിടെ തീരുവാണ്. അതിനപ്പുറത്തേക്ക് മില്ലറ്റ് കൊണ്ട് നിരവധിയായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. സഹകരണ സ്ഥാപനങ്ങൾ, JLG ഗ്രൂപ്പുകൾ, അവരുടെയൊക്കെ മുൻകൈയിലായിട്ട് 14 മില്ലറ്റ് കഫേകൾ വരുവാണ്. അതിലൊന്നാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്ക് അനുവദിച്ച മില്ലറ്റ് കഫേയാണ് ഇപ്പോൾ ഇരുപേരൂരിൽ തുടങ്ങിയിരിക്കുന്നത്. ചിട്ടയായ ആരോഗ്യശീലങ്ങളിൽ വ്യായാമത്തിന് മുന്തിയ സ്ഥാനമെങ്കിൽ ഒരു നേരമെങ്കിലും ചെറുധാന്യ വിഭവങ്ങൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതാകും ഉചിതം. ആരോഗ്യ സംരക്ഷണത്തിനുള്ള മികച്ച ബോധവൽക്കരണം എന്ന നിലയിൽ കൂടിയാണ് മില്ലറ്റ് കഫേകൾ കൂടുതൽ ഇടങ്ങളിൽ തുടങ്ങാനുള്ള തീരുമാനമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അബിലാൽ ചേരുന്നുണ്ട് തത്സമയം. അബിലാൽ പറഞ്ഞതുപോലെ തന്നെ ചിട്ടയായ ആരോഗ്യശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെങ്കിൽ ഈ ചെറുധാന്യങ്ങൾ കൂടിയേ തീരൂ. ഇപ്പം എന്തായാലും മില്ലറ്റ് കഫേ പത്തനംതിട്ടയിൽ എന്തായാലും അടിപൊളിയായി വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി ട്രൈ ചെയ്തോ? എങ്ങനെയാണ് പത്തനംതിട്ടയിലെ മില്ലറ്റ് കഫേയുടെ പ്രവർത്തനം? അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണപ്രിയരായ മലയാളികളെ ഒക്കെ തന്നെ ആകർഷിക്കത്തക്ക എല്ലാ സംവിധാനങ്ങളുമുണ്ട് മില്ലറ്റ് കഫേകളിൽ. AC സംവിധാനമുണ്ട്, ആകർഷകമായ ഇരിപ്പിടങ്ങൾ, പിന്നെ രുചിയേറിയതും അതോടൊപ്പം തന്നെ ചൂടുള്ളതുമായ വിഭവങ്ങൾ അതിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. സംസ്ഥാനത്ത് ഉടനീളം മില്ലറ്റ് കഫേകൾ ആരംഭിക്കാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംരംഭകരെ തേടുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ തന്നെ കൃഷിവകുപ്പ് 3 ലക്ഷം രൂപ വരെ നൽകും. ഇരുപേരൂരിലെ ഈ സംരംഭത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ചപ്പാത്തി മേക്കർ പോലെയുള്ള സംവിധാനങ്ങളടക്കം ക്രമീകരിക്കുന്നതിനായി പണം ലഭ്യമായിരുന്നു. അങ്ങനെ സ്വന്തമായി സ്ഥലവും സൗകര്യമുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായും ഇത് കൂടുതൽ ഗുണകരമാകും. അതിരാവിലെ തന്നെ തുറക്കുന്ന കേന്ദ്രങ്ങളാണ്. പക്ഷേ വൈകുന്നേരം 7 മണിക്ക് ക്ലോസ് ചെയ്യും. അതായത് രാത്രി ഭക്ഷണം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് വൈകിട്ട് 7 മണിക്കെങ്കിലും കഴിക്കണം എന്നുള്ളതാണ് ചിട്ടയായ ആരോഗ്യശീലത്തിൻ്റെ ഭാഗം എന്നതിനാലാണ് ഇത്തരത്തിലൊരു മാർഗ്ഗനിർദ്ദേശം കൃഷി വകുപ്പ് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം, അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതം, ഇത് തന്നെയാണ് മില്ലറ്റ് കഫേകൾ കൊണ്ട് കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്നത്.